കോയമ്പത്തൂർ തന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ കൂട്ടത്തിൽ എവിടെ ഉണ്ടാവുള്ളൂ. ഒരു കൊച്ചുമോളെ കാണാൻ വന്നതാണ് കോയമ്പത്തൂരിൽ. ഫോട്ടോക്ക് ഒരുപാട് നന്ദി ഇറങ്ങണ്ട. ഞാനും മണിച്ചേട്ടനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോക്ക് പുള്ളിക്കാരി എനിക്ക് വരച്ചെന്ന്. താങ്ക്സ് ഇറങ്ങണ, നന്ദി ഇറങ്ങണ. ഞാനൊരു കവിത ചൊല്ലട്ടെ. ഞാൻ എന്റെ അമ്മയെ പറ്റി ഞാനൊരു കവിത ചൊല്ലട്ടെ. കോൺക്രീറ്റ് വനത്തിനോരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി. അവളിൽ ജാഫ്നയിൽ നിന്നാരോ തുരത്തി. അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എനിക്കും തീ. വിരൽ പിടിച്ചൊന്നും നടത്തിയില്ലല്ലോ എന്നെ തെരുവിൽ തനിയെ നിർത്തി. തെരുവിൽ പസിയിൽ മരിച്ച ഇള മനസ്സുകൾ ഇളനിലങ്ങളായി മാറുമല്ലോ. കാലം പല കടന്നവർ വാഴുമല്ലോ. പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓതി വിധികളെ മാറ്റുമല്ലോ. ഹേമന്തേ അറിയോ അയ്യങ്കാളി ആരാന്നറിയോ? പിന്നെ അവൾക്കൊന്നും അറിയില്ല അയ്യങ്കാളി ആരാണ്. നല്ല ആൾക്കാരോടാണ് കാരണം അയ്യങ്കാളി അറിയുമ്പോളതാ സ്കൂളിൽ പോടാ. നമ്മളിവിടെ നിലനിൽക്കാൻ, നമ്മളിവിടെ സമാധാനത്തോടുകൂടി നമുക്ക് ഈ രാജ്യം അനുവദിച്ചു തരുന്ന എല്ലാ നിയമ സംവിധാനത്തിന് താഴെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളികളുള്ള കാരണമാണ് നമുക്ക് ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. നമ്മളെ ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറയുന്ന സമൂഹത്തിനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അറിയാം ഇവരാരാന്നൊക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്? ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ചെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേർ പഠിച്ചിരിക്കണം. നമ്മളാ രാഷ്ട്രീയവാദികൾ എന്ന് വിളിക്കുന്ന ഈ കളവന്മാരെ മുന്നിൽ നമുക്ക് വന്ന് നിന്ന് പറയാൻ പറ്റില്ല ഞങ്ങളും രാഷ്ട്രീയവാദികളാണ്. നമുക്കിത് തുറന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ രാജ്യത്തെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന പോലെ ഞാനും എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണം. അതിനു വേണ്ടിയിട്ടാണ് ഈ തൊണ്ടഗിരി പാട്ട് പാടുന്നതൊക്കെ. നീ ചിരിച്ചാൽ നിന്നെ പെറ്റേത് മഹാനോ ഞാൻ ഹിരോഷിമ എന്നിൽ വന്ന് വീഴാമോ എന്നെ ലിബിയ. നിന്റെ തെരുവിൽ കിടന്നു മരിക്കും ഞാൻ അറിയാം നോർത്ത് കൊറിയ. നിന്റെ തടവറയിൽ അടിയറവ് ഞാൻ പറയാം. മോനലോവേ മോഹലാവേ എന്റെ നാളെ പ്രേമലീലേ ഹേമന്തേ. നിങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട കാമുകിയാണ്. ഇതൊരു ഈപ്പിയാണ്. ഇതിന്റെ പുറകെ പിടിച്ചൊരു വേറൊരു പ്രേമപ്പാട്ട് കൂടി വരുന്നുണ്ട്. വേഗം വരും. ഞങ്ങൾ രണ്ട് പ്രേമപ്പാട്ടാണ്. അതിലൊന്നാണ് വേറൊരു പാട്ട് കൂടി വരുന്നുണ്ട്. അത് പതുക്കെ ഇപ്പൊ പെർഫോം ചെയ്യുന്ന രീതിയിലായിട്ടില്ല. അത് പഠിക്കുന്ന ഓക്കെ ആ ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരൻ അശ്വിനാണ് ഇതിന്റെ ബീറ്റ് പ്രൊഡ്യൂസർ. കോഴിക്കോടുകാരനല്ലേ അശ്വിൻ? തൃശ്ശൂരുകാരനാണ്, മലപ്പുറംകാരനാണ്. ഓക്കെ, ഒരു മലപ്പുറംകാരനാണ് അശ്വിൻ. ഒരു കൊച്ചുമോനാണ്, പഠിക്കാനാണ്. അവരാണ് ഇതിന്റെ ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്താക്കുന്നത്. അപ്പൊ അവന് ഒരുപാട് നന്ദിയുണ്ട്. വേറൊരു പ്രേമ പാട്ട് കൂടി വരുന്നുണ്ട്. അത് പതുക്കെ അടുത്ത മാസം കേട്ട് റിലീസാക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. മാണിക്കത്തെ വെറും കല്ലെന്ന് നിനച്ച് നീ കളയല്ലേ, അത് മാണിക്യം തന്നെ എന്ന് അറിയുമ്പോ മനസ്സിന്റെ ആഴത്തിലോ ഒന്ന് മുറിയില്ലേ. വേഗം വരും ആ പാട്ട്. ആനയാണോ പോണേ? അത് പറഞ്ഞതാരാ? നീ അല്ലേ പറഞ്ഞത്? നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാണ്, ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരം. തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം. ആരാലും കഴിയുമോ നിനക്ക് നിത പകരം? നിന്റെ ഹൃദയത്തിലോ ഇത്ര കടലാണ്, ഈ കൊച്ചു മനസ്സിനോ ഇത്ര ഭാരം. തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം. ആരാലും കഴിയുമോ നിനക്ക് നിത പകരം? വീര